നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തല്ലോ. നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് വെച്ച് നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണ്, നിങ്ങളുടെ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കളർ വെച്ച് നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വെൽക്കം ടു ഞാൻ അനദർ വീഡിയോ ഓഫ് അമീർ ഷോസ്. ഓക്കെ, ആരംഭിക്കലാമ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അവിടെ കുറേ ഡ്രസ്സിൻ്റെ കളേഴ്സ് കൊടുത്തേക്കുന്നുണ്ടോ, ആ ഡ്രസ്സിൻ്റെ കളേഴ്സ് വെച്ച് നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അവിടെ കുറേ ഡ്രസ്സിൻ്റെ കളേഴ്സ് കൊടുത്തേക്കുന്നുണ്ടോ, അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് ഡ്രസ്സാണോ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് കളർ ഡ്രസ്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അതിനകത്തുണ്ടോ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും. ഓക്കെ, സെറ്റല്ലേ? ഞാൻ പറയട്ടെ, സ്റ്റാർട്ട് ചെയ്യട്ടെ പ്ലീസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഗ്രീൻ കളർ ഡ്രസ്സ് ഇഷ്ടമുള്ള ആൾക്കാർ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും. അവരെല്ലാ കാര്യത്തിനും ഭയങ്കര ശാന്തതയും സമാധാനവും അങ്ങനെയുള്ള കാര്യങ്ങളും ആസ്വദിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ദേഷ്യപ്പെടുന്നതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. വല്ല ദേഷ്യപ്പെടുന്നതോ ആരെങ്കിലും ദേഷ്യപ്പെടുന്നതോ നമ്മൾ ദേഷ്യപ്പെടുന്നതോ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ അവർ ഭയങ്കര നാച്ചുറൽ ലവറായിരിക്കും. അവർക്ക് പ്രകൃതിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഗ്രീൻ കളർ ഡിനോട്ട് ചെയ്യുന്നതിന് നാച്ചുറാലിറ്റിയാണ്, പ്രകൃതിയാണ്. അപ്പോൾ അവർക്ക് ടൂറിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ബസ്സിൻ്റെ വിൻഡോ സീറ്റിലൊക്കെ ഇരിക്കാൻ അത്യാവശ്യമൊക്കെ ഇഷ്ടമായിരിക്കും. ചില ആൾക്കാർ ഛർദ്ദിക്കുമെങ്കിലും ചില ആൾക്കാർക്ക്, മിക്ക ആൾക്കാർക്കും വിൻഡോ സീറ്റിൽ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ അവർ ഭയങ്കര കെയറിങ് ആയിരിക്കും. അവരെ പോലത്തെ ഒരു ഫ്രണ്ട് നിൽക്കേണ്ടത് തന്നെ ഭയങ്കര ഭാഗ്യവാനാണ്. ഗ്രീൻ കളർ ഡ്രസ്സ് ഇഷ്ടമുള്ള ആൾക്കാർ ഭയങ്കര കെയറിങ് ആയിരിക്കും. അതുപോലെ അവർ ഇമോഷണലി ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും എന്ന് പറയുമ്പോൾ അവർ എന്തുണ്ടെങ്കിലും ഉള്ളിലും അടക്കി പിടിച്ചിരിക്കും. ഒരു കരച്ചിലും പിഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല, ഒരു കരയിൽ കാര്യങ്ങളുണ്ടാകത്തില്ല. അതാണ് ഗ്രീൻ ഡ്രസ്സ്. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോവുകയാണ് യെല്ലോ കളർ ഡ്രസ്സ് ഇട്ട ആൾക്കാർ, അല്ലെങ്കിൽ യെല്ലോ കളർ ഡ്രസ്സ് ഇഷ്ടമുള്ള ആൾക്കാർ ഭയങ്കര അത്യാവശ്യം ഹാപ്പി ആയിരിക്കും, സ്റ്റേബിളായിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഫുൾ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരനോട് എടാ പാടെ പോകാടെന്ന്, ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കുമോ പുറത്ത് പോകാൻ വേണ്ടി, അപ്പോൾ എനിക്ക് കഴിയലായിരിക്കും. പക്ഷേ ഞാൻ അവനെയാണ് വിളിക്കുന്നതെങ്കിൽ പാടെ പോവാം, ഒറ്റ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് പോകാമെന്ന് പറയും. കൂട്ടുകാരെ ആയാലും കൂട്ടുകാർത്തികളായാലും ആരായാലും അത് ഫുൾ പോസിറ്റീവ് ആയിരിക്കും, ഫണ്ണായിരിക്കും. നമ്മളെ ചിരിപ്പിക്കുന്ന ആ കൂട്ടുകാരായിരിക്കും ആ യെല്ലോ കളർ ഡ്രസ്സ് ഇട്ട ആൾക്കാർ, അല്ലെങ്കിൽ യെല്ലോ കളർ ഇഷ്ടമുള്ള ആൾക്കാർ. അതാണ് മെയിനായിട്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ, യെല്ലോ കളർ ഇഷ്ടമുള്ള ആൾക്കാർ. ഓക്കെ, അടുത്ത നമ്മൾ പർപ്പിളിലായിട്ട് പോവുകയാണ്. പർപ്പിൾ ഡ്രസ്സ് അല്ലെങ്കിൽ പർപ്പിൾ കളർ ഡ്രസ്സ് ഇഷ്ടമുള്ള ആൾക്കാർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. അത്യാവശ്യം അവർക്ക് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ അവർ ഭയങ്കര സ്പിരിച്വൽ ആയിരിക്കും. ദൈവത്തിൽ അവർക്ക് അത്യാവശ്യം നല്ല വിശ്വാസം ഉണ്ടാകും. ഇപ്പോഴത്തെ കാലത്ത് ദൈവത്തിൽ അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. പക്ഷേ അവർക്ക് ഭയങ്കര ദൈവവിശ്വാസം ഉണ്ടായിരിക്കും. എല്ലാവർക്കും ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇപ്പോൾ ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്, അറിയത്തില്ല. ഓക്കെ, അവർ ഭയങ്കര ലക്ഷറി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. കാരണം അവർക്ക് പൈസ വേണം, വീണ്ടും വീണ്ടും പുതിയ ഉടുപ്പുകൾ വാങ്ങണം. പർപ്പിൾ കളർ ഡ്രസ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഭയങ്കര ഉടുപ്പുകൾ വാങ്ങണം, കുറേ ഉടുപ്പ് വാങ്ങണം. എത്ര ഉടുപ്പ് വാങ്ങിച്ചാലും മതിയാവത്തില്ല എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും പർപ്പിൾ ഡ്രസ്സ് ഇഷ്ടമുള്ള ആൾക്കാർ. ഓക്കെ, അടുത്തത് നമ്മുടെ മെയിൻ സാധനം വരാമോണ് റെഡ് ഇഷ്ടമുള്ള ആൾക്കാർ അത്യാവശ്യം ആംഗ്രി ആയിരിക്കും. അവർക്ക് അത്യാവശ്യം ചെറിയ ദേഷ്യങ്ങളും കാര്യങ്ങളും അവർക്ക് എന്തായാലും ഉണ്ടാവും. റെഡ് എന്ന് പറയുന്ന കളർ ഡിനോട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഡേഞ്ചർ സൈനാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആംഗ്രി ഉണ്ടാവും എന്ന് പറയുന്നത്. ഇത് അസംഷനാണ്, എയുടെ ഒരു അസംഷനാണ്. നിങ്ങൾ കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് എല്ലാവരും പറഞ്ഞിരിക്കണം. അവർ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. എല്ലാ കാര്യത്തിനും തുള്ളിച്ചാടിക്കുന്ന കുഞ്ഞി അങ്ങനെ തുള്ളിക്കളിച്ചവർ നിൽക്കും. അവർ ഭയങ്കര ലീഡറായിരിക്കും. അവർ ഇപ്പോൾ നമ്മുടെ സ്കൂൾ ലീഡർ ആകാൻ ചാൻസ് ഉണ്ട് അവരൊക്കെ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും അവർ മുമ്പിട്ട് നിൽക്കും. റെഡ് ഇട്ട ആൾക്കാർ എനർജറ്റിക് ആയിരിക്കും, ബോൾഡ് ആയിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും, പൊളിയായിരിക്കും. ഓക്കെ, അടുത്തത് ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ട ആൾക്കാർ ഭയങ്കര കാമായിരിക്കും. ഭയങ്കര കാംനെസ് അവർ കാണിക്കും. ഭയങ്കര പാവങ്ങളെ പോലെയാണ് അവർ എപ്പോഴും നടക്കുന്നത്. അതുപോലെ തന്നെ അവർ ഭയങ്കര ലോയൽ ഫ്രണ്ടായിരിക്കും. എല്ലാ കാര്യത്തിനും ഒരു പഞ്ചപാവം ഫ്രണ്ടായിരിക്കും. നമ്മുടെ എന്ത് കാര്യം വന്നാലും അവർ നിങ്ങളുടെ കൂടെ നിൽക്കും. ബ്ലൂ ഡ്രസ്സ് ഇട്ട ആൾക്കാർ ഭയങ്കര പീസായിരിക്കും, സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും, ഇൻ്റലിജൻ്റ് ആയിരിക്കും, ഭയങ്കര ബുദ്ധിയായിരിക്കും. ഓക്കെ, അടുത്തത് ബ്ലാക്ക്. ബ്ലാക്ക് ഞാനിട്ടേക്കുന്നത് ബ്ലാക്ക് കണ്ണാടി ഊരിയിട്ട് പറയാം, അതാകുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുമല്ലോ. ഓക്കെ, ചുമ്മാ പറഞ്ഞ. അപ്പോൾ ബ്ലാക്ക് ഇട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര പവർഫുള്ളായിരിക്കും. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യുന്നൊരു കളറാണ് ബ്ലാക്ക് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ. നമ്മളെവിടെ ബ്ലാക്ക് ഇട്ട് പോയാലും നമുക്കൊരു പ്രത്യേക ആ ഓറ നമ്മളെ കൂടുകയും ചെയ്യും. ഒരു ആറ്റിറ്റ്യൂഡ് പ്രത്യേകം ഉണ്ടാകും. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് കളറാണ്, ജെൻറ്റിൽമാൻ്റെ കളറാണ്, അടിപൊളി കളറാണ്. പിന്നല്ല അവരുടെ ഉള്ളിലൊരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആരും അറിയാത്തൊരു കാര്യം അവരുടെ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ അവർ ആരോടത് പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലും കിടപ്പുണ്ട്, ശരിയാണ്. ഞാൻ സത്യം പറയാനുണ്ട്, ഇത്
എ യൂസ് ചെയ്ത് തരുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും, പക്ഷേ ഇത് ചിലപ്പോൾ ഒക്കെ കറക്റ്റാവും. എൻ്റെ കാര്യത്തിൽ ഇത് കറക്റ്റാണ്, നിങ്ങളുടെ കാര്യത്തിൽ കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ നോക്കി പറ. എൻ്റെ ഉള്ളിലൊരു രഹസ്യം കിടപ്പുണ്ട്, ഞാൻ ആരോടും പറയാത്ത രഹസ്യം. അപ്പോൾ അടുത്തത് നെക്സ്റ്റ്, അവർ ഭയങ്കര സീരിയസ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഭയങ്കര സീരിയസ് ആണ്. ഞാൻ ഇതായിട്ട് പറയുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആണ്. പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ അത്യാവശ്യം സീരിയസ് ആണ്. നമ്മുടെ സർക്കിളിലൊക്കെ ഭയങ്കര ഫണ്ണാണ് ഉള്ളത് പറയാമല്ലോ. ഓക്കെ, അടുത്ത നമ്മൾ പോവുകയാണ്. അടുത്ത ബ്രൗണിലായിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ, എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യടാ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടോ, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇനിയും നിങ്ങളുടെ മുമ്പിലായിട്ട് എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? എല്ലാം ചെയ്യോ. ഓക്കെ, അടുത്ത ബ്രൗണിലായിട്ട് നമ്മൾ പോവുകയാണ്. ബ്രൗൺ കളർ സെലക്ട് ചെയ്ത ആൾക്കാർ ഭയങ്കര ലോയൽ ഫ്രണ്ട് ആയിരിക്കും. അവരെ എല്ലാ കാര്യത്തിനും നമുക്ക് കൂടെ നിർത്താൻ പറ്റുന്നൊരു ഫ്രണ്ട് ആയിരിക്കും അവർ. അതുപോലെ തന്നെ അവർ ഡൗൺ ടു എർത്ത്, ഭൂമിക്ക് ഏതറ്റം വരെ ഒരു താഴും. ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ അവരെ കളിയാക്കിയാലും ഒറ്റപ്പെടുത്തിയാലും എല്ലാ കാര്യം ചെയ്താലും ബ്രൗൺ ഡ്രസ്സ് ഇട്ട ആൾക്കാർ, അല്ലെങ്കിൽ ബ്രൗൺ കളറിൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏതും അറ്റം വരെ അവർ താന്നിരിക്കും. ഒരു പാവങ്ങളാണ്. ഓക്കെ, അടുത്തത് ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഓറഞ്ചിൻ്റെ മധുരമൊക്കെ പോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. പിന്നെ ഇത്തിരി പുളിയുണ്ടാകും കേട്ടോ. ഇടയ്ക്ക് കുറച്ച് ദേഷ്യപ്പെടുകയും ചെയ്യും, ഇടയ്ക്ക് കുറച്ച് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അവർ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരിക്കും. ടൂറിന് പോകാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫണ്ണായിരിക്കും, ഫുൾ ഫണ്ണായിരിക്കും, ഫ്രണ്ട്ലി ആവുമെന്ന് പറയുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഓറഞ്ചാണ് ഇഷ്ടം, അവൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ അവന് എപ്പോൾ നോക്കിയാലും ടൂറാണ്, ആഴ്ച ടൂറാണ്. ഇത് കറക്റ്റാണ് കേട്ടോ. ഞാൻ ഈ ഓറഞ്ചിൻ്റെ കാര്യത്തിലും എൻ്റെ ബ്ലാക്കിൻ്റെ കാര്യത്തിലും കറക്റ്റാണ്. ഓക്കെ, അടുത്ത് നമ്മൾ വൈറ്റിലോട്ട് പോകണം. വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ ഒരു സിമ്പലാണ്. വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ ഒരു കളറാണ്. അവർ ഭയങ്കര ഹോണസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ക്ലീൻ, എപ്പോഴും നമ്മുടെ റൂമും എല്ലാ സ്ഥലവും നമ്മൾ വെച്ച സാധനങ്ങൾ അവിടെ തന്നെ വെക്കണം, അവിടെ തന്നെ ഇരിക്കണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ റൂമും എല്ലാ സ്ഥലവും നമ്മൾ ക്ലീൻ ആയിട്ടിരിക്കണം. ഇപ്പോൾ നഖം വെട്ടി ക്ലീനാക്കി വെക്കണം എന്ന് നമുക്ക് ഭയങ്കര ഇതായിരിക്കും. മുടി വെട്ടി ക്ലിയർ ആയിട്ട് വെക്കണമെന്ന് നമുക്ക് ഭയങ്കര ഇതായിരിക്കും. അതുപോലെ തന്നെ എല്ലായിടത്തും ക്ലീൻ ആയിരിക്കണം, ഒരിടത്ത് പോലും അഴുക്ക് കണ്ടാകാൻ പാടില്ല. ഫുൾ ക്ലീൻ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും വൈറ്റ് ഡ്രസ്സ് ഇട്ട ആൾക്കാർ. വൈറ്റ് ഇട്ട ആൾക്കാരും ജെന്റിൽമാൻ ആയിരിക്കും കേട്ടോ അത്യാവശ്യം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ പോവാണ് പിങ്ക്. ഓക്കെ, നിങ്ങളുടെ ഗേൾസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറായിരിക്കും പിങ്ക്. ഓക്കെ, പിങ്ക് ഡ്രസ്സ് ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറയാൻ ഭയങ്കര കെയറിങ് ആയിരിക്കും. സത്യം പറയാമല്ലോ, കെയറിങ് ആയിരിക്കും കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഇച്ചിരി പിങ്കാണ് ഇഷ്ടമുള്ള ആൾക്കാർ. അവർ ഭയങ്കര കെയറിങ് ആണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ. അവർ ഭയങ്കര കെയറിങ് ആയിരിക്കും. സ്നേഹിച്ച ആൾക്കാരെ എന്തൊക്കെ പറഞ്ഞവരെ വേദനിപ്പിക്കത്തില്ല. ഭയങ്കര കെയറിങ് ആയിട്ട് നമ്മുടെ കൂടെ എന്തായാലും നിൽക്കും. അതുപോലെ അവർ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. അത്യാവശ്യം ലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? ആരോടൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷേ തുറന്നു പറയാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ തുറന്നു പറഞ്ഞ ആൾക്കാരുണ്ടാവും. ഒറ്റ ലൈഫുകൾ പ്രണയിക്കുക എന്ന് പറയുമ്പോൾ 5-6 പേരെയൊന്നും പ്രണയിക്കാൻ നിൽക്കരുത്. ഒരാളെ പ്രണയിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക, വേറൊരു പരിപാടിക്കും പോരുത്. ഓൺലി പ്രണയിക്കുന്ന സ്നേഹം കൊടുക്കുക. അതാണ് നമ്മുടെ ഒരു ഫിലോസഫി എന്ന് പറയുമ്പോൾ. എൻ്റെ ഫിലോസഫി അതാണ്, സ്നേഹം കൊടുക്കുക. നമുക്ക് തരുമോ, നമുക്ക് കിട്ടുമോ, തിരിച്ച് കിട്ടുമോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും ഒരു ദൈവം തന്നിരിക്കും. അതുപോലെ നമ്മൾ ഇന്നൊരു ചീത്തക്കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ, ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നമുക്കതിനെ തിരിച്ചടി, കർമ്മ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കാര്യം 100% ഉറപ്പ് ഞാൻ തരുവാണ്. ഓക്കെ, അപ്പോൾ അവർ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഭയങ്കര ഇമോഷണലായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവർ ഭയങ്കര ഇമോഷണലായിരിക്കും. അവർ സ്നേഹിക്കാൻ അറിയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാർ എപ്പോഴും കരയും. കരയാത്ത സ്നേഹമില്ല, കരച്ചില്ലാത്ത സ്നേഹമില്ല, ദേഷ്യപ്പെടാത്ത സ്നേഹമില്ല, ദേഷ്യമില്ലാത്ത സ്നേഹമില്ല. അവരെന്തായാലും കരയും. പിങ്ക് ഡ്രസ്സ് ഇട്ട ആൾക്കാർ ഭയങ്കര ഇമോഷണലായിരിക്കും. അവർ അത്യാവശ്യം നല്ല ബ്യൂട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ബ്യൂട്ടീനെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് കുറച്ച് വെളുത്താൽ കൊള്ളാവുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കറുത്താൽ കൊള്ളാവുന്നുണ്ട്, കുറച്ചും കൂടി കളർ വെച്ചാൽ കൊള്ളാവുന്നുണ്ട്, കുറച്ചും കൂടി മുടി ഉണ്ടായി കൊള്ളാവുന്നുണ്ട്, കുറച്ചും കൂടി താടി ഉണ്ടായി കൊള്ളാവുന്നുണ്ട്, അല്ലെങ്കിൽ മുടിയിലൊന്ന് സിൽക്കിൻ്റെ കളർ അടിച്ചാൽ കൊള്ളാവുന്നുണ്ട്, ബ്ലോണ്ടിൻ്റെ ഷെയ്ഡ് അടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പല്ലേ കമ്പിയിട്ടാൽ കൊള്ളാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരിക്കും പിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വെച്ചുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ആയിട്ട് വീണ്ടും വരാണ്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ എല്ലാവരും. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഞാൻ ഓറയാണ്. ഞാൻ ഗ്ലാസ് വെച്ചിട്ട് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുവാണ്. ഗായ്സ്, വീണ്ടും സന്ധിക്കവരെ വണക്കം. ഹസ്തല ബിസ്ത.